കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളിയിലാണ്. പെരുമ്പാവൂരിൽ സീറ്റ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഈ ലിസ്റ്റ് പുറത്തു വരുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. തനിക്ക് അമ്മയെപ്പോലെയാണ് പ്രസ്ഥാനം, പാർട്ടി എന്നതൊക്കെയാണ് ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തനിക്ക് സീറ്റ് വേണം, താൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ഗ്രഹങ്ങൾ വീടുകൾ കയറി ഇറങ്ങി വലിയ പ്രവർത്തനങ്ങൾ നടത്തി, തനിക്ക് സീറ്റ് വേണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ആ ടെൻഷനുണ്ട്. അമൽ തേനമർബിൽ കൂടി ചേർന്നു. അമൽ, ഇത് സത്യത്തിൽ നമ്മൾ ഈ ദേശീയ പുരസ്കാരമൊക്കെ പ്രഖ്യാപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന വേളയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുള്ള അതിന് സമാനമായ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ മാച്ച് നടക്കുമ്പോൾ കാണുന്ന ഒരു ആവേശത്തോടെയൊക്കെ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരുടെയും എൽദോസിൻ്റെയൊക്കെ മുഖത്ത് വലിയ ടെൻഷൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ആ പട്ടിയാവശ്യം വരുന്നില്ല. നേരത്തെ ബസ്ലേട്ടൻ സൂചിപ്പിച്ച പോലെ സെക്കൻഡുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ആയി. ഇപ്പോൾ 15 മിനിറ്റ് ആവുകയാണ്, പക്ഷേ പട്ടിക ഉണ്ടാകുന്നില്ല. അല്പസമയത്തിനകം വരും എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും വരുന്ന വിവരം. AICC അത്തരത്തിലൊരു അറിയിപ്പാണ് നൽകുന്നത്. അധികം വൈകാതെ പട്ടിക ഉണ്ടാകും. ഈ തർക്ക മണ്ഡലങ്ങളിലെ പട്ടികകളിൽ ആ പട്ടിക ആരിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എൽദോസ് കുന്നപ്പള്ളി അവിടെ കാത്തിരിക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളി കാത്തിരിക്കുന്നുണ്ടെങ്കിലും സുധാകരൻ മത്സരിക്കാൻ തയ്യാറെടുത്തുനിന്ന് സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സുധാകരൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ക്ലെയിം ഇനി എത്രത്തോളം ഉണ്ട്, അവകാശവാദം എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പട്ടികയിലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെ വന്നാൽ കുന്നപ്പള്ളിയുടെ പ്രതികരണം എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുന്നു. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മനോജ് മുത്തേടൻ്റെ പേരാണ് അവിടെ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പട്ടിക വന്നാലേ ഉറപ്പിച്ച് പറയാൻ കഴിയൂ. കോൺഗ്രസിൻ്റെ പട്ടികയാണ്, അതിനാൽ തന്നെ എന്ത് മാറ്റവും അവസാന നിമിഷവും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കുന്നപ്പള്ളി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കുന്നപ്പള്ളി ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങുകയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം. അങ്ങനെ വന്നാൽ അവിടെ ശക്തമായൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും.